വയർലെസ് വർക്ക് ബെഞ്ച് മലയാളം ട്യൂട്ടോറിയൽ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇത് പാർട്ട് 3. വയർലെസ് വർക്ക് ബെഞ്ച് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വയർലെസ് വർക്ക് ബെഞ്ച് നെറ്റ്വർക്കിലൂടെയാണ് ഡിവൈസുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് സോഫ്റ്റ്വെയറിൽ സെലക്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ സെറ്റിംഗ്സ് വർക്ക് ബെഞ്ച് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരുന്ന വെൽക്കം സ്ക്രീനിൽ നിന്നും നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. തുറന്നു വരുന്ന വിൻഡോയിൽ ലാപ്ടോപ്പിലെ എല്ലാ നെറ്റ്വർക്ക് ഇൻ്റർഫേസും അതിൻ്റെ IP അഡ്രസ്സും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ ഇൻ്റർഫേസിലും എത്ര ഷുവർ ഡിവൈസസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇവിടുന്ന് കാണാം. കൃത്യമായ ഇൻ്റർഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. വെൽക്കം സ്ക്രീനിലെ മറ്റൊരു ഫീച്ചറാണ് ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഷോ ഓർ ക്രിയേറ്റ് എ ന്യൂ ഷോ. ഒരു ഡിജിറ്റൽ ഓഡിയോ മിക്സറിൽ ഒരു ഷോ ഫയൽ സേവ് ചെയ്ത് വീണ്ടും റീകോൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോ, നിങ്ങളുടെ കോൺഫിഗറേഷൻ സെറ്റപ്പ് സേവ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് ന്യൂ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഷോ ഇൻഫർമേഷൻ ആഡ് ചെയ്യാനും ഓഫ്ലൈൻ ഡിവൈസ് ആഡ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് വരുന്നതാണ്. IP അഡ്രസ്സും കേബിൾ കണക്ടിവിറ്റിയും കൃത്യമാണെങ്കിൽ ഇൻവെൻട്രി പേജിൽ എല്ലാ ഷുവർ ഡിവൈസുകളും ഓട്ടോമാറ്റിക്കായി ഡിസ്കവർ ആവുന്നതാണ്. ടോട്ടൽ ഓൺലൈൻ ഡിവൈസുകളുടെ എണ്ണവും നിങ്ങളുടെ ഫിസിക്കൽ നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളുടെ എണ്ണവും മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോഫ്റ്റ്വെയറിൽ ഡിവൈസുകളുടെ ഓൺലൈൻ ഇൻഡിക്കേറ്റർ ഗ്രീൻ ആണെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ ഈ ഗ്രീൻ ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഡിവൈസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഓഫ്ലൈൻ ഡിവൈസ് എന്നാണ് സോഫ്റ്റ്വെയർ കണക്കാക്കുക. നമ്മൾ കണക്ട് ചെയ്ത കേബിളോ അല്ലെങ്കിൽ IP അഡ്രസ്സ് അസൈൻ ചെയ്തതൊക്കെ ചെക്ക് ചെയ്ത് പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. റിമോട്ട് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഡിവൈസ് ഐക്കണിൽ ചെയ്ത് ഫ്രണ്ട് പാനൽ ഫ്ലാഷ് ചെയ്ത് നമുക്ക് ഡിവൈസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ പേജിൽ നിന്ന് തന്നെയാണ് ഡിവൈസ് ID, ചാനൽ നെയിം ആൻഡ് മറ്റു പല പാരാമീറ്റേഴ്സ് കാണാനും എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നത്. അതുപോലെ സോഫ്റ്റ്വെയറിൽ എത്രത്തോളം റൈറ്റ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നോ അത്രയും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും റോങ് ആയിരിക്കും. ഇത് പ്രത്യേകം പറയാനൊരു കാരണമുണ്ട്. നമുക്കറിയാം, ഓരോ രാജ്യത്തും ആ രാജ്യത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റീസ് റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രത്തെ ഡിഫറെൻ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ നമ്മൾ സോഫ്റ്റ്വെയറിനോട് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആ രാജ്യത്തെ റെഗുലേറ്ററിനേറ്റോ അല്ലെങ്കിൽ അവിടുത്തെ സെറ്റിംഗ്സ് പാരാമീറ്റേഴ്സിനേറ്റോ ഒക്കെ ആയിട്ട് കംപ്ലൈ ആവാണ്ട് വരും. ബേസിക്കലി നമ്മൾ ഏത് രാജ്യത്ത് ഇരുന്നാണ് ഫ്രീക്വൻസി കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ളത് സോഫ്റ്റ്വെയറിനോട് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. വയർലെസ് വർക്ക് ബെഞ്ച് സോഫ്റ്റ്വെയറിൽ ഈ സെറ്റിംഗ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. മെനു ബാറിൽ ടൂൾസ് ക്ലിക്ക് ചെയ്ത് പ്രിഫറൻസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കോർഡിനേഷൻ പേജിൽ ഡീഫോൾട്ട് കൺട്രി US എന്നത് മാറ്റി നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തെ പ്രൊഫൈൽ ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ രാജ്യം ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ TV ചാനൽ ബാൻഡ് വിഡ്ത്തുള്ള ഡീഫോൾട്ട് പ്രൊഫൈലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇന്ത്യ മഹാരാജ്യത്തും GCC രാജ്യങ്ങളിലും സെലക്ട് ചെയ്യേണ്ടത് കൺട്രീസ് വിത്ത് 8 MHz TV ചാനൽ എന്ന പ്രൊഫൈലാണ്. അതുപോലെ നിങ്ങൾ മറ്റു രാജ്യങ്ങളിലാണ് ഉള്ളതെങ്കിൽ അവിടുത്തെ റെസ്പെക്റ്റീവ് പ്രൊഫൈലാണ് സെലക്ട് ചെയ്യേണ്ടത്. സെറ്റിംഗ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം സോഫ്റ്റ്വെയർ റീബൂട്ട് ചെയ്താൽ മാത്രമാണ് ഇത് എഫക്റ്റ് ആവുകയുള്ളൂ. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങിയാലോ? അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻവെൻട്രി ടാബിനെ കുറിച്ചാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.